നമ്മൾ കേൾക്കാൻ പോകുന്നത് ലവ് സംബീഷൻ എന്ന ചൈനീസ് ഡ്രാമയുടെ 24ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവര് ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിൻ ഈ സിസ്റ്ററിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ മുത്തശ്ശിയെ വിളിച്ചിട്ട് അവരുടെ പുതിയ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കും. ഇന്ന് അവരുടെ ഫസ്റ്റ് എക്സ്പോർട്ടിംഗ് ആണ്. ഓരോ കടകളിൽ സാധനങ്ങൾ കൊടുക്കില്ല വിൽക്കാനായിട്ട്. ഇന്ന് അവരുടെ ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അവരൊരു പീസ് എടുത്തിട്ടിട്ട് മുത്തശ്ശിയെ വീഡിയോ കോൾ വിളിച്ച് കാണിക്കുന്നുണ്ട് ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന്. അതേപോലെ തന്നെ സിസ്റ്റർ ഇട്ടിട്ടുണ്ട്, സിസ്റ്ററിനെ കാണിച്ചു കൊടുക്കും. മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സൊക്കെ. മുത്തശ്ശിയും കൂടെ കുറച്ച് ഡ്രസ്സ് കിട്ടുവാണെങ്കിൽ ഈ പിള്ളേരെ പോലെ ചെത്തി നടക്കുമെന്ന് പറയും. മുത്തശ്ശി നന്നായി വരട്ടെ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സിസ്റ്ററും ഹീറോയിനും സംസാരിക്കും. മുത്തശ്ശി എന്ത് പെട്ടെന്നാണെന്ന് അറിയാമോ ഫോൺ വിളിച്ച ഉടനെ ഫോൺ എടുത്തത്. വിളിച്ച സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എടുത്തു. അതിനർത്ഥം മുത്തശ്ശി ഹീറോയിനെയും സിസ്റ്ററിനെയും കാത്തിരിക്കുമായിരുന്നെന്നാണ്. കാരണം മുത്തശ്ശിക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്, സിസ്റ്ററോ ഹീറോയിനോ വിളിച്ചാലോ എന്നുള്ളൊരു പ്രതീക്ഷ. ഹീറോയിൻ ഈ കാര്യം സിസ്റ്ററിനോട് പറയും. സിസ്റ്ററിനും മനസ്സിലാവും മുത്തശ്ശി ഇവരെ കാത്തിരിക്കുകയാണെന്ന്. കുറെ പൈസയൊക്കെ ആയതിനു ശേഷം ഇവിടെ ഒരു ചെറിയ വീട് എടുത്തിട്ട് മുത്തശ്ശി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് ഹീറോയിൻ പറയും. ഇത് പറഞ്ഞിട്ട് സിസ്റ്ററിനോട് പറയും ഡ്രസ്സൊന്നും ചെളുങ്ങാതെ നമുക്ക് അകത്ത് പോയി ഫോട്ടോ എടുക്കാന്ന്. കാരണം ഇത് പീസ് അയക്കാനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ സിസ്റ്ററിന്റെ രണ്ട് കൈയൊക്കെ അകത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്, ഡ്രസ്സ് ചുളുങ്ങി പോകാതിരിക്കാനായിട്ട്. പിന്നീട് ഹീറോയിൻ ലോറി എടുത്തിട്ട് ആ ഡ്രസ്സ് കൊണ്ടുപോകാനായിട്ട് പോകും. വേറെ ഡ്രൈവറാണ് കേട്ടോ ലോറി ഓടിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഹീറോയിൻ ഫാഷൻ ഡിസൈനറിനെ വിളിക്കും. കാരണം ഹീറോയിൻ പോയ ലോറി എന്തോ ബ്രേക്ക് ഡൗൺ ആയി. അതുകൊണ്ട് തന്നെ ഈ ലോഡ് എത്തിച്ചില്ലെങ്കിൽ ഇത് വിൽക്കാൻ പറ്റില്ല, ഇത് അവരെ റിജക്ട് ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എത്തിക്കണം. ഒരു കാറോ അല്ലെങ്കിൽ ഒരു ലോറിയോ പറഞ്ഞു വിടണം ഇത് കൊണ്ടുപോകാനായിട്ട്. കാറ് പറ്റില്ല, ലോറി തന്നെ വേണം. ഫാഷൻ ഡിസൈനർ എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കാന്ന് പറയും ലോറിയെ. ഹീറോയിൻ കാത്ത് അവിടെ ഇരിപ്പുണ്ട്. ഫാഷൻ ഡിസൈനർ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് ലോറി വിളിക്കാനായിട്ട് പോകുമ്പോഴായിരിക്കും ഹീറോ അകത്തോട്ട് കയറി വരുന്നത് ഹീറോയിനെ കാണാനായിട്ട്. ഹീറോയിനോട് കാര്യം പറയും. ഹീറോയിൻ പോയ ട്രക്ക് ബ്രേക്ക് ഡൗൺ ആയി പോയെന്ന്. ഹീറോ ടെൻഷൻ അടിച്ചിട്ട് നേരെ ഹീറോയിന്റെ അടുത്തൊരു ട്രക്കും വിളിച്ച് ചെല്ലും. ഹീറോയിനെ പ്രതീക്ഷിച്ചില്ല. അവള് സാധനങ്ങളൊക്കെ പറക്കി വയ്ക്കാൻ പോകുമ്പോൾ ഹീറോ വിടില്ല. നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ട്രക്കിൽ പിടിച്ച് കയറ്റിയിരുത്തും. കാരണം അവളെ കൊണ്ട് അത്രയും വെയിറ്റ് എടുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയാണ് പോയൊരു ട്രോളി എടുത്തിട്ട് അതിനകത്ത് പെട്ടിയെടുത്ത് അപ്പുറത്തെ ട്രക്കിൽ നിന്ന് അവൻ കൊണ്ടുവന്ന ട്രക്കിൽ കൊണ്ടുവയ്ക്കുന്നത്. ഹീറോയിൻ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഹീറോ ഇത്രയും കഷ്ടപ്പെടുന്നത് അവള് കാണുന്നുണ്ട്. അവള് അവന്റെ കോട്ട് മുറുക്കി കെട്ടിപ്പിടിക്കുന്നുണ്ട്. കാരണം അവൾക്കും അവന് ഇഷ്ടമാണ്. അവൾക്ക് വേണ്ടി അവൻ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ, അത് തന്നെ ഒരു വലിയൊരു കാര്യമല്ലേ. അങ്ങനെ ആ ട്രക്കിലിരിക്കുന്ന ലോഡെല്ലാം ഇപ്പുറത്തെ ട്രക്കിലോട്ട് പറക്കി മാറ്റും. ഹീറോ ഒറ്റയ്ക്കാണ് പറക്കി മാറ്റിയത്. ആ ഡ്രൈവർ മറ്റേ ട്രക്കിൽ നിന്ന് ട്രോളിലോട്ട് പറക്കി മാറ്റിയതേ ഉള്ളൂ. ആ ട്രോളിൽ നിന്ന് ഹീറോയാണ് മറ്റേ ട്രക്കിലോട്ട് പറക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അതുമല്ല ഹീറോ ഈ തുണിയൊക്കെ പറക്കി വെക്കണതിന് മുമ്പ് അവന്റെ കോട്ട് ഒരു ഹീറോയിന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് അവള് മുറുകെ കെട്ടിപ്പിടിച്ചത് അവന്റെ കോട്ട്. ഹീറോ ഇതൊക്കെ പറക്കി വെച്ച് കഴിയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ കുറച്ച് വെള്ളമായിട്ട് അങ്ങോട്ട് ചെല്ലും, ഹീറോയ്ക്ക് കൊണ്ട് കൊടുക്കും. ഹീറോയിൻ എന്താ ഒറ്റയ്ക്ക് ഈ ലോറിയും വിളിച്ച് വന്നെന്ന് ചോദിക്കും. വേറെ ജോലിക്കാരും എല്ലാം വെച്ചുകൂടെയെന്ന്. എന്നാൽ ഹീറോയിൻ പറയും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് ഫസ്റ്റ് ലോഡാണ്. അതുകൊണ്ട് തന്നെ അവൾ ആദ്യം തന്നെ ഇതിനകത്തോട്ട് ഇറങ്ങണം. ഹീറോ അവളോട് ചോദിക്കും നീ നിന്റെ കമ്പനിയൊക്കെ കളഞ്ഞിട്ട് എന്തിനാ ഈ ലോറിയുടെ പിറകെ നടന്നേന്ന്. അവള് തിരിച്ചു ചോദിക്കും നിനക്ക് അത്രയും വലിയ കമ്പനി ഉണ്ടായിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, എനിക്ക് വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നേന്ന്. ഹീറോ അതിന് മറുപടി പറയുന്നില്ല. എന്റെ കമ്പനിയിൽ വേറെ മാനേജർമാരെയൊക്കെ ജോലിക്ക് നിർത്തിയിട്ടുണ്ടെന്ന് പറയും. അവൾക്ക് വേണ്ടിയിട്ടാണ് അവൻ അവന്റെ കമ്പനി കളഞ്ഞിട്ട് വന്നേക്കുന്നത്. അതുമല്ല ബിസിനസ് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ആരെങ്കിലുമൊക്കെ സഹായം വേണം. അതുകൊണ്ട് തന്നെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ കയറി വരാൻ പറ്റൂ. സഹായം ചോദിക്കാനായിട്ട് മടിക്കാൻ പാടില്ല എന്ന് ഹീറോയിനോട് പറയും. ആരുടെ സഹായം? ഹീറോന്റെ സഹായം ചോദിക്കാൻ മടിക്കാൻ പാടില്ല എന്ന്. പിന്നീട് ഹീറോ ആ പെട്ടിയൊക്കെ എടുത്ത് വീണ്ടും അടുക്കി പറക്കാനായിട്ട് ട്രക്കിൽ കയറുമ്പോൾ ഹീറോയിനോട് പറയും എന്നെ വിചാരിച്ചിട്ട് അവനുമായിട്ട് അടി ഉണ്ടാക്കാൻ പാടില്ലെന്ന്. പ്ലേ ബോയ് ആയിട്ടില്ലേ? ഹീറോ പറയും അവൻ ശരിയല്ല, അവൻ മോശപ്പെട്ട വ്യക്തിയാണെന്ന്. എന്നാൽ ഹീറോയിൻ പറയും അവന്റെ പ്ലാനൊക്കെ തെറ്റാണെങ്കിലും നിങ്ങളുടെ പ്ലാൻ അടിപൊളിയാണ്, ഞാൻ അതിനകത്തോട്ടാണ് മുമ്പോട്ട് പോകാൻ പോണേന്ന്. ഹീറോന്റെ പ്ലാൻ വെച്ചിട്ടാണ് ഹീറോയിൻ കമ്പനി വികസിപ്പിക്കാനായിട്ട് പോകുന്നത്. അത് നല്ലൊരു തീരുമാനമാണെന്ന് ഹീറോ പറയും. ഇതൊക്കെ പറക്കി കഴിഞ്ഞിട്ട് ഹീറോയിൻ പിന്നെ ഡ്രൈവർ ഇവരെല്ലാരും കൂടെ ട്രക്കിൽ കയറി സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോവാണ്. രാത്രി ആയിട്ടുണ്ട്. ഹീറോ ആണെങ്കിൽ ഈ പെട്ടി ഈ വെയിറ്റ് എല്ലാം എടുത്തത് കൊണ്ട് തന്നെ നല്ല ക്ഷീണത്തിലാണ്. അവൻ കിടന്നുറങ്ങുന്നുണ്ട്. ഹീറോയിൻ ആരോഗ്യ ഫോൺ വിളിക്കുന്നുണ്ട് ബിസിനസ് ആവശ്യത്തിനായിട്ട്. ഹീറോ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അവൻ ഒരുപാട് വിയർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഒരു ടിഷ്യൂ എടുത്തിട്ട് അവന് തുടച്ചു കൊടുക്കും. ആ കെയറിങ് കണ്ടില്ലേ, ഈ ടിഷ്യൂ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് വിയർപ്പ് തുടയ്ക്കുന്ന സമയത്ത് ഹീറോ ഉറങ്ങിയിട്ട് അവളുടെ തോളത്ത് വീഴും. ഹീറോയിൻ ആണെങ്കിൽ പതിയെ അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുമെങ്കിലും പിന്നെ അവൻ അറിയാതെ വന്ന് അവളുടെ തോളത്ത് കിടന്നുറങ്ങും. പിന്നെ അവൾ തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കത്തില്ല. അവൾക്ക് അവൻ അത്ര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ തള്ളി മാറ്റുന്നില്ല. അവൻ അവളുടെ തോളത്താണ് കിടന്നുറങ്ങുന്നത്. പിറ്റേ ദിവസം ഹീറോയിൻ ഓഫീസിൽ വന്നിട്ട് എല്ലാരോടും ഒരു നല്ല വാർത്ത പറയും. എന്താണെന്നല്ലേ, ഇന്നലെ കൊണ്ടുപോയ ലോഡ് എല്ലാം വിറ്റ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഡ്രസ്സിനായിട്ടുള്ള ഓർഡറും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത പദ്ധതി നോക്കണം ഇതുണ്ടാക്കാനായിട്ട്. എല്ലാരോടും കൂടി പ്ലാൻ ഉണ്ടാക്കാണ്. ഓരോരുത്തരെ ഓരോ ജോലിയിലോട്ട് പറഞ്ഞു വിടുകയാണ്. ഫാഷൻ ഡിസൈനറിനെ ഡിസൈൻ ചെയ്യാനായിട്ട്, ബാക്കിയുള്ള ആൾക്കാരെ തുണി തയ്ക്കാനായിട്ട്, പിന്നെ ഇതിന്റെ PR വർക്ക് ചെയ്യാനായിട്ട് ഓരോ പണിയായിട്ട് പറഞ്ഞു വിടുകയാണ് ഹീറോയിൻ. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്, കാരണം എല്ലാം വിറ്റുപോയില്ലേ, ഒന്നും നഷ്ടം വന്നില്ലല്ലോ. രാത്രിയാകുമ്പോൾ ഹീറോയിൻ വീട്ടിൽ വന്നിട്ട് മുത്തശ്ശി കൊടുക്കുന്ന ആ സിറപ്പില്ലേ അതൊക്കെ കഴിച്ച് എന്തൊക്കെ ആലോചിച്ച് അവിടെ ഇരിപ്പുണ്ട്. ഹീറോനെ പറ്റി ആലോചിക്കുന്നുണ്ട്, അവളുടെ ബിസിനസിനെ പറ്റി ആലോചിക്കുന്നുണ്ട്, എല്ലാം ആലോചിച്ച് അവിടെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം ഹീറോയിൻ ഉറക്കെ എണീക്കുന്നത് തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ടാണ്.
വിളിക്കുകയാണ്. എന്താ സംഭവം എന്ന് എടുത്തു നോക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് കമ്പനിയിൽ എന്തോ പ്രശ്നം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവളുടെ കമ്പനിയിൽ ക്ലോത്ത് ഉണ്ടാക്കില്ലേ, ആ സെയിം ക്ലോത്ത് തന്നെ 10 ഇരട്ടി വിലക്കുറവിൽ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. അതുമല്ല സെയിം ക്വാളിറ്റിയാണ്. ഇതിന്റെ ഡിസൈൻ എങ്ങനെ ലീക്ക് ആയെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ബാച്ച് വിറ്റ് പോയിട്ടില്ല. എല്ലാവരും അതിനെ തള്ളി പറയുകയാണ്. ഓൺലൈനിലൊക്കെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അതിനെ തള്ളി പറയാണ്, നമ്മൾ എന്തിനാണ് 10 ഇരട്ടി പണം കൊടുത്തിട്ട് ആ ഡ്രസ്സ് വാങ്ങുന്നത്, ഈ 10 ഇരട്ടി പണം കുറച്ചിട്ട് സാധാ ഡ്രസ്സ് വാങ്ങിച്ചാൽ പോരെന്ന്. പക്ഷേ ആ ഡ്രസ്സിനൊരു വ്യത്യാസമുണ്ട്. ഇവരെല്ലാം ഹാൻഡ് ക്രാഫ്റ്റ് ആണ്, കൈവച്ചിട്ടാണ് തുണി തയ്ക്കുന്നത്. എന്നാലും മറ്റേത് മെഷീൻസ് ആണ്, ചില ഡിഫക്ട്സ് ഒക്കെ ഉണ്ട്. ഇതൊന്നും അവർക്കറിയത്തില്ല. അവരെല്ലാരും ഹീറോയിന്റെ കമ്പനീനെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ബാച്ചിൽ ഒറ്റ തുണി പോലും വിറ്റ് പോയിട്ടില്ല. നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഓൺലൈനിലൊക്കെ എല്ലാവരും ഹീറോയിനെ തെറി പറയുകയാണ്, കൊള്ള ലാഭം എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് കൈവച്ച് തുന്നുന്നതായോണ്ട് തന്നെ ആൾക്കാർക്ക് പൈസ കൊടുക്കണ്ടേ. ഓൺലൈനിൽ കോലാഹലങ്ങൾ നടക്കുന്നതും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഹീറോയിന്റെ കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നതും ഇതൊക്കെയാണെങ്കിൽ പ്ലേ ബോയ് അവന്റെ ഫോൺ വഴി കാണുന്നുണ്ട്. അവന് മനസ്സിലായി കമ്പനിയിൽ എന്തൊക്കെ പ്രശ്നം നടക്കുകയാണെന്ന്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഓഫീസിലോട്ട് അവന്റെ ചേച്ചി കയറി വരും. ചേച്ചി കയറി വന്നിട്ട് അവനോട് പറയും, ഇനി ഹീറോയിനായിട്ട് കൊളാബറേഷൻ ചെയ്യാൻ പറ്റില്ല, കമ്പനിന്ന് ഒറ്റ രൂപ പോലും തരത്തില്ല എന്ന്. അവരുമായിട്ടുള്ള കോൺട്രാക്ട് എല്ലാം പിൻവലിക്കണം, അതുമല്ല ഇൻവെസ്റ്റ് ചെയ്ത പണം തിരിച്ചു വാങ്ങണമെന്ന്. ഹീറോയിന്റെ കമ്പനി മൊത്തത്തിൽ നഷ്ടത്തിലാണെന്ന് ചേച്ചിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ കമ്പനിയായിട്ട് കൊളാബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പബ്ലിക് എല്ലാം ഹീറോയിന്റെ കമ്പനിക്ക് എതിരാണ് കൊള്ള ലാഭം എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അവന് ഹീറോയിനെ ഇഷ്ടമാണ്. അവളോട് ചെന്നിട്ട് എങ്ങനെ ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ ഒരു റെസ്റ്റോറന്റിലോട്ട് വിളിച്ചു വരുത്തും. അവളോട് കാര്യം പറയും, കമ്പനിയെ പൈസ തരത്തില്ല എന്ന് പറഞ്ഞോളൂ, പക്ഷെ എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഞാൻ തരുമെന്ന്. അവൻ അത്രയും ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ അത് വേണ്ടാന്ന് പറയും. കാരണം ഹീറോയിന് പോലും ഉറപ്പില്ല ഈ കമ്പനി ഇനി കയറി വരുമെന്ന്. ഹീറോയിനെ മനഃപൂർവ്വം ആരും ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തതാണ്, ഹീറോയിന്റെ കമ്പനി പൂട്ടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല. ആരോ പൈസ കൈ നിട്ടിട്ട് ഹീറോയിന് പണി കൊടുക്കുന്നതാണ്. ആരാണെന്ന് അറിയാൻ പാടില്ല. ഇവൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പറയും, നീ വേറെ ഉദ്ദേശത്തിൽ നിന്ന് ഇത് എടുക്കാൻ പാടില്ല, നീ എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ പാടില്ല, നീ ഒരു നല്ല മനുഷ്യനാണെന്ന്. ഇത് കേൾക്കുന്ന അവൻ പറയും, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമണിനെ അവൻ കണ്ടിട്ടില്ല എന്ന്. സാധാരണ എല്ലാ പെൺകുട്ടികളും അവന് വഴങ്ങി കൊടുക്കാറുണ്ട്. എന്നാൽ ഹീറോയിൻ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല, അവന് വഴങ്ങി കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അതുമല്ല എന്നും അവൻ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും അവനോട് പറയണം, അവൻ അവളുടെ പിന്നിൽ അവൾക്ക് സപ്പോർട്ടിനായിട്ട് കാണുമെന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ അതിന് സമ്മതിക്കും. എന്നാൽ അവൾക്ക് വലിയ താല്പര്യമില്ല അവൻ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ. അവന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ കമ്പനിയിലെ പൈസ കൊടുത്തിട്ടായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത്. എന്നാൽ അത് കമ്പനി നിരസിച്ചു. ഈ ഒരു കാര്യം കാരണം ഹീറോയിന് മനസ്സിലായി ഇവൻ നല്ലൊരു മനുഷ്യനാണ്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൂടെ നിൽക്കുമെന്ന്. എന്തായാലും അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും. പിന്നീട് ഹീറോയിൻ കമ്പനിയിൽ വന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടും. എന്നിട്ട് ഓരോരുത്തർക്ക് ഓരോ ജോലി കൊടുക്കും. അടുത്ത 3rd ബാച്ച് റിലീസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ റിലീസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു കുറ്റമൊക്കെ മാറ്റി നിർത്താൻ പറ്റും. പബ്ലിക് ഇതെല്ലാം മറന്നു പോയിട്ട് 3rd ബാച്ച് വാങ്ങിച്ചോളും, അതിനൊരു കുറ്റവും വന്നില്ലെങ്കിൽ. ഇപ്പൊ 2nd ബാച്ച് ഒന്നും വിറ്റ് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരുപാട് നഷ്ടമായിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ചിൽ വിറ്റുപോയ കുറച്ചൊക്കെ റീഫണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ട് കമ്പനി ഒരുപാട് നഷ്ടത്തിലാണ്. എന്തായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവര് അടുത്ത ബാച്ചിനായിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് സിസ്റ്ററും കൂട്ടുകാരികളും കൂടെ അടുത്ത ബാച്ചിനായിട്ടുള്ള പണി ചെയ്യുമ്പോൾ അങ്ങോട്ട് ഒരാൾ വരും. അയാൾ മാനേജറാണ്. ഹീറോയിനൊക്കെ ഡ്രസ്സ് തയ്ക്കാനുള്ള തുണി കൊടുക്കുന്ന മാനേജറാണ്. അയാൾ വന്നിട്ട് സിസ്റ്ററിനോട് പറയും, അടുത്ത ബാച്ചിനുള്ള പൈസ നേരത്തെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണമെന്ന്. പക്ഷെ കോൺട്രാക്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. തുണി കൊടുത്തതിന് ശേഷം മാത്രമേ പൈസ കൊടുത്താൽ മതി എന്നാണ് അതിനകത്തുള്ളത് കോൺട്രാക്റ്റിൽ, വിറ്റതിന് ശേഷം. എന്നാൽ ഇയാൾ നേരത്തെ വേണമെന്ന് പറഞ്ഞ് സിസ്റ്ററിനോട് വന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്നാൽ സിസ്റ്റർ തരത്തില്ല എന്ന് പറയും. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാൾക്കൊക്കെ മനസ്സിലായി കമ്പനി ഒരുപാട് നഷ്ടത്തിലാണ്, ഇവരുടെ പൈസ കിട്ടത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ നേരത്തെ വാങ്ങാൻ വന്നേക്കാണ്. പക്ഷെ കോൺട്രാക്റ്റിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സിസ്റ്റർ തരത്തില്ല എന്ന് പറയും. ഇയാൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള പെൺകുട്ടികളോട് അങ്ങോട്ട് ഇറങ്ങി വരും, നീ എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ട് ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഇത് വെറും പൊട്ട കമ്പനിയാണ്, ഇത് 1 മാസം പോലും ഓടത്തില്ല എന്നൊക്കെ അങ്ങേര് പറയുമ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ദേഷ്യം വരുന്നത്. അവരെല്ലാരും കൂടെ, ആ പെൺകുട്ടികളെല്ലാരും കൂടെ ഇയാളെ പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ചു വിടും. ഇയാൾ പണി തരാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഓടി പോകുന്നത്. എന്ത് പണിയാണെന്ന് അറിയാൻ പാടില്ല. സിസ്റ്റർ പ്രത്യേകം ബാക്കിയുള്ള പെൺകുട്ടികളോട് പറയുന്നുണ്ട് ഇത് ഹീറോയിൻ അറിയാൻ പാടില്ല എന്ന്. കാരണം ഹീറോയിൻ ഇപ്പൊ തന്നെ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നുണ്ട്. ഇതോടെ അറിഞ്ഞാൽ ഹീറോയിൻ ഒരുപാട് വിഷമിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ആ കമ്പനിക്കാരുടെ കൂടെ നിൽക്കണം. അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പേരിലുള്ളതാണ്. എന്നാൽ അവർ നിന്നിട്ടില്ല. ഒരു പ്രശ്നം വന്നപ്പോൾ തുണി കൊടുക്കുന്ന ആൾക്കാർ വരെ മാറി നിൽക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ തുണി ആവശ്യത്തിനായിട്ട് എങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ മറ്റേ സ്പൈ ഉണ്ട്, ഹീറോയിന്റെ കമ്പനിക്കെതിരെ നിൽക്കുന്ന ആളുടെ സ്പൈ. ആ സ്പൈ ഹീറോയിനെ കാണാനാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവനെയും വിളിച്ചോണ്ട് ഓഫീസിൽ വരും. അവനാണെങ്കിൽ ഹീറോയിനെ വിലക്കെടുക്കാൻ നോക്കുകയാണ്. അവരുടെ കമ്പനിയാണ് ഹീറോയിനെതിരെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹീറോയിന്റെ ഡിവോഴ്സിന്റെ കാര്യം പറയാത്തത് കൊണ്ട് തന്നെ അവൾക്കിട്ട് പണി കൊടുക്കാനായിട്ട് മനഃപൂർവ്വം ആ കമ്പനി അങ്ങനെ ചെയ്തതാണ്. അത്രയും പൈസ കൊടുത്ത് അത്രയും ക്വാളിറ്റിയുള്ള ഡ്രസ്സ് വില കുറച്ച് കൊടുത്തത് ഹീറോയിന് പണി കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ ഡിവോഴ്സിന്റെ കാര്യം പുറത്ത് പറയുകയാണെങ്കിൽ, അത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഹീറോയിന് എക്സ്ട്രാ പൈസയും അതുപോലെ തന്നെ ഈ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റി കൊടുക്കാന്ന് പറയും. എന്നാൽ ഹീറോയിൻ പറയും, നിനക്ക് നാണമുണ്ടോ? എന്നെ ബാക്കപ്പിനായിട്ട് സഹായിക്കുന്നത് ജിൻഡ ഗ്രൂപ്പാണ്, അവർക്ക് ബില്യൺ കണക്കിന്
ആസ്തിയുണ്ട്, എന്നിട്ടാണ് നിന്റെ നക്കാപ്പിച്ച. ഇവര് 10 മില്യൺ ആണ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഹീറോയിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അത്രയാണോ കിട്ടുന്നത്? അവൾ അതുകൊണ്ടല്ല അവന്റെ കൂടെ നിൽക്കുന്നത്, അവൾക്ക് അവന് ഇഷ്ടമാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. അതുമല്ല, ഹീറോയിന്റെ അടുത്ത് അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേ ബോയ്ക്ക് എന്തോ ഒരു സംശയം പോലെ. കാരണം ആരോ മനഃപൂർവ്വം ഹീറോയിൻ ഇട്ട് പണി കൊടുക്കുന്നത് പോലെ. ആരാണെന്ന് അറിയാൻ പാടില്ല. അവൻ ഈ സംശയം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഇവര് മനഃപൂർവ്വം ഹീറോയിന് പണി കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നതാണെന്ന്. ഇയാൾ പോണതിന് മുമ്പ് ഹീറോയിനോട് പറയും, നിനക്ക് മനസ്സ് മാറുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, നിനക്കുള്ള പൈസ ഞാൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. ഹീറോയിൻ അയാളെ വിളിക്കത്തൊന്നുമില്ല. കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഒറ്റ കൊടുക്കും. അതുമല്ല, ഹീറോയിന് അവന് ഒരുപാട് ഇഷ്ടമാണ്. കട്ട് ചെയ്താൽ ഹീറോയിനെ കാണിക്കുമ്പോൾ അവന്റെ അസിസ്റ്റന്റ് അവനോട് വന്ന് കാര്യം പറയും. ഹീറോയിൻ ആണെങ്കിൽ ആകെ തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ്, അവളൊന്ന് സഹായിച്ചൂടെന്ന്. പക്ഷെ ഹീറോയ്ക്ക് നന്നായിട്ട് അറിയാം അവള് സഹായം ഏറ്റുവാങ്ങത്തില്ല എന്ന്. നേരത്തെ പറഞ്ഞപ്പോഴൊക്കെ ഹീറോയിൻ ഏറ്റുവാങ്ങിച്ചില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾ അത് വാങ്ങത്തില്ല എന്ന് അസിസ്റ്റന്റിനോട് പറയും. അസിസ്റ്റന്റ് പോകുമ്പോൾ ഹീറോ ചിന്തിക്കും ഇനിയിപ്പോൾ അവൾക്ക് സഹായത്തിന്റെ ആവശ്യമുണ്ടോന്ന്. അവൾ ഏറ്റവും താഴ്ന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അവളെ സഹായിച്ച് അവൾ കയറി വരും. അവൾ കഴിവുള്ള പെൺകുട്ടിയാണ്. വീണ്ടും ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ ഹീറോയിൻ അവളുടെ ഓഫീസിലിരിക്കുമ്പോൾ അങ്ങോട്ട് അവളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വരും. ഇയാൾ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കുന്നത്. കമ്പനിയുടെ വരവും ചെലവും നോക്കുന്ന ആളാണ്. ഇയാൾ എന്തോ റിസൈൻ ചെയ്യാൻ വന്നേക്കാണ്. അവർ റിസൈൻ ചെയ്യാനായിട്ട് റിസൈൻ ലെറ്റർ കൊടുക്കും. ഇവന് ഏതോ വലിയ കമ്പനിയിൽ നിന്ന് ഓഫർ കിട്ടിയിട്ടുണ്ട്, നല്ല ശമ്പളമുണ്ട്, അതുകൊണ്ട് തന്നെ റിസൈൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ സമ്മതിക്കത്തില്ല. ഇവരുടെ കോൺട്രാക്ട് പ്രകാരം അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ഇയാൾ റെഡിയാക്കി കൊടുക്കണം, അല്ലാതെ ഇയാൾക്ക് ഇവിടെ നിന്ന് റിസൈൻ ചെയ്യാൻ പറ്റില്ല. ഹീറോയിൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇയാൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ നേരം ഹീറോയിന്റെ ഓഫീസിലോട്ട് മറ്റേ വരൻ കയറി വരുന്നുണ്ട്. സിസ്റ്ററിന്റെ വരനില്ലേ, അവൻ കയറി വരുന്നുണ്ട്. അവനാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ വന്നേയല്ല, ഹീറോയിനോട് അന്ന് കമ്പനിയിലൊക്കെ വന്ന് മോശമായിട്ട് പെരുമാറിയില്ലേ, അതുകൊണ്ട് തന്നെ സോറി പറയാൻ വന്നേക്കാണ്. സിസ്റ്റർ അവനെ കാണുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കാര്യം പറയും. അവൻ ഹോം ടൗണിലോട്ട് തിരിച്ചു പോവാണ്, അവന്റെ നാട്ടിലോട്ട് തിരിച്ചു പോവാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിനോടൊന്ന് ക്ഷമ പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ സിസ്റ്ററിനോട് ക്ഷമയും പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ അവർ സൈഡിൽ നിന്ന് ശബ്ദം കേൾക്കും, വഴക്ക് കൂടുന്ന ശബ്ദം. എന്താണെന്ന് ചെന്ന് നോക്കുമ്പോൾ ഹീറോയിനായിട്ട് മറ്റേ ആള് വഴക്കുണ്ടാക്കുകയാണ്. ഇയാൾക്ക് ഇത്രയും വലിയ കമ്പനിയിൽ നിന്ന് ഓഫർ കിട്ടിയിട്ട് ഹീറോയിൻ വിടുന്നില്ല. അതിനു മുമ്പ് ഒരു കടമ്പയുണ്ട്. ഇയാൾ ചെയ്തിരുന്ന വർക്ക് വേറൊരു അക്കൗണ്ടന്റിനെ ഏൽപ്പിക്കണം, എന്നാൽ ഇയാൾ ഏൽപ്പിക്കുന്നില്ല. ഇയാൾക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. പക്ഷെ ഹീറോയിൻ വിടില്ല. അവൾ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് പണി കിട്ടും. ഞാൻ ഫൈൻ അടച്ചോളാന്ന് പറഞ്ഞിട്ട് മറ്റേ അക്കൗണ്ടന്റ് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ വരൻ കയറി വരുന്നത്. വരൻ കയറി വന്നിട്ട് അങ്ങനെയൊന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ല, അതിനു മുമ്പ് ഒരു അക്കൗണ്ടന്റിനെ ഏൽപ്പിക്കണമെന്ന് പറയും. എന്നാ പിന്നെ ഇയാൾ അങ്ങ് ചെയ്യാനായിട്ട് അങ്ങേര് പറയും. ഇത് കേൾക്കുന്ന വരൻ പറയും, എന്നാ പിന്നെ ഞാൻ ചെയ്യാം, അതെടുത്ത് തന്നാൽ മതിയെന്ന്. ഇവൻ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കണക്ക് കൂട്ടാൻ അറിയാം. ഈ കമ്പനിയുടെ വരവും ചെലവും നോക്കണം, ഇല്ലെങ്കിൽ കമ്പനി പൂട്ടിപ്പോവും. അവരാണ് ഇതിനകത്തുള്ള മെയിൻ. ഈ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ആള് പെട്ടെന്ന് ഒരോട്ട് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വരൻ ഇത് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവന്റെ പിറകെ ചെല്ലും. അതിനു മുമ്പ് അവന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ അവൻ ക്ഷമ പറയാനായിട്ട് ഹീറോയിനും സിസ്റ്ററിനും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അവരുടെ കയ്യിൽ കൊടുക്കും, സിസ്റ്ററിന്റെ കയ്യിൽ. വരൻ പോയതിനു ശേഷം ഹീറോയിൻ സിസ്റ്ററിനോട് വന്ന് കാര്യം തിരക്കും. അവൾ കാര്യം പറഞ്ഞു കൊടുക്കും, അതായത് വരൻ ക്ഷമ പറയാനായിട്ട് വന്നതാണെന്ന്. അവൻ ക്ഷമ പറയാനായിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പ്രശ്നം നടന്നത്. അപ്പൊ അവൻ പ്രശ്നം ഉണ്ടാക്കിയതിന് പകരമായിട്ട് ഇവരെ സഹായിക്കാൻ അവൻ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. ഹീറോയിന്റെ കമ്പനിക്ക് വേണ്ടി കണക്ക് നോക്കാന്ന്. രാത്രിയായിട്ടും അവന്റെ പണി തീരുന്നില്ല. കാരണം ഇത് കുറെ കണക്ക് കൂട്ടാനുണ്ട്, വലിയ കമ്പനിയല്ലേ. അതുകൊണ്ട് തന്നെ അവൻ രാത്രി അവിടെ ഇരുന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അവന്റെ കൂടെ വേറൊരു പെൺകുട്ടിയുണ്ട്, ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ്. അങ്ങോട്ട് നമ്മുടെ സിസ്റ്റർ കയറി വന്നിട്ട് ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ് കൊടുക്കും. കാരണം അവനൊന്നും കഴിച്ചിട്ടില്ല, അവന് കഴിക്കാൻ കൊടുക്കുന്നതാണ്. അവനോട് നന്ദി പറയും, കാരണം ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് അവൻ സഹായിച്ചതല്ലേ. അതുമല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്ററും ഹീറോയിനും താഴെ ഓവർ ടൈം ആയിട്ട് പണിയെടുക്കുമായിരിക്കും, അവിടെ വന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഒരു കമ്പനി തുടങ്ങുമ്പോൾ എന്തായാലും കുറെ നേരം കഷ്ടപ്പെടേണ്ടി വരും, ആദ്യത്തെ ദിവസങ്ങളിലും ആദ്യത്തെ മാസങ്ങളിലും. പിന്നീട് കുറച്ച് ശ്രദ്ധ കൊടുത്താൽ മതി, എന്നാലും ശ്രദ്ധ കൊടുക്കണം. അതാണ് ബിസിനസിന്റെ പവർ. ഇഷ്ടം പോലെ സമയം ലാഭിക്കാൻ പറ്റും. പിറ്റേ ദിവസം ഹീറോയിനെ കാണാനായിട്ട് യൂറോപ്യൻകാരന്റെ വൈഫ് വന്നിട്ടുണ്ട്. വൈഫ് വരുമ്പോൾ തന്നെ ഹീറോയിനോട് ചോദിക്കുന്നത് ഹീറോയിനെ പറ്റിയാണ്. ഹീറോയിൻ എന്ത് ചെയ്യുന്നത്? ഹീറോ പറഞ്ഞു കൊടുക്കും, ഹീറോയിൻ കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ്, കാണുമെങ്കിൽ കമ്പനിയിൽ പോയാൽ മതിയെന്ന്. ഇവരാണെങ്കിൽ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കൂടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. എന്നാൽ ഹസ്ബൻഡിന് എന്തോ ഒരു ബിസിനസ് മീറ്റിംഗ് വന്നിട്ട് പെട്ടെന്ന് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇവർ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. കട്ട് ചെയ്താൽ ഹീറോയിൻ സിസ്റ്റർ നടന്നു പോകുമ്പോൾ ഹീറോയിനെ കാണാനായിട്ട് നേരത്തെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നു ഒരാള്, തുണിക്ക് വേണ്ടിയിട്ട്, തുണിയുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട്. അയാളുടെ ബോസിനെയും കൂട്ടി വന്നേക്കാണ്. ഹീറോയിൻ അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്ത് അവളുടെ ഓഫീസിൽ കൊണ്ടിരുത്തും. എന്താ കാര്യം എന്ന് ചോദിക്കും. അവർക്ക് പൈസ വേണം. ഹീറോയിനോട് ബോസ് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പക്ഷേ ഹീറോയിൻ തരാൻ പറ്റത്തില്ല എന്ന് പറയും. കാരണം കോൺട്രാക്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, എല്ലാ ലോഡും പോയതിനു ശേഷം മാത്രം പൈസ കൊടുത്താൽ മതി. എന്നാൽ അവർക്ക് അഡ്വാൻസ് ആയിട്ട് പൈസ വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇനിയിപ്പോൾ ഹീറോയിൻ്റെ പൈസ ഇല്ലെങ്കിൽ അവളുടെ കമ്പനി തകരാൻ പോവാണ്, അല്ലെങ്കിൽ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹീറോന്റെ വാങ്ങിച്ച് പൈസ കൊടുക്കാൻ പറയും. എന്നാൽ ഹീറോയിൻ അത് നടക്കില്ല എന്ന് പറയും. പക്ഷെ അവന്മാർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പറയും, ഞാൻ പൈസ തരാം, പക്ഷെ നിങ്ങളുമായിട്ടുള്ള എല്ലാ കണക്ഷനും ഞാൻ നിന്ദിക്കാൻ പോവാണെന്ന്. അതായത് അവരുമായിട്ടുള്ള കൊളാബറേഷൻ അവൾ കട്ട് ചെയ്യാൻ പോവാണ്. അവരുമായിട്ടുള്ള കൊളാബറേഷനിലുള്ള തുണി ഇനി അവരെടുക്കത്തില്ല, ഹീറോയിനൊന്നും എടുക്കത്തില്ല. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് 24ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിന്
മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.